ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കും പ്ലീസ്. എന്താ അമ്മ എന്താ ചെയ്യണേ? പോവാണോ? ഞാൻ ഇന്ന് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്കുവരട്ടി, അതിന് വേണ്ടിയിട്ട് ഞാൻ സവോള വാഴിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടച്ചു വെക്കുന്നു. ഇനി നിന്റെ ചേച്ചിയോട് പറയൂ എന്താ ചെയ്യണേ? ഓക്കെ, ഇനി നമ്മൾ ഒരു പാവയ്ക്ക ഫ്രൈ അല്ലേമ്മ, പാവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോഴത്തേക്കും അത് നമുക്കിത് എന്തൊക്കെ ചേർത്ത് ഇൻഗ്രീഡിയൻസ് എൻ്റെ അമ്മ പറഞ്ഞുതരും. എന്താണ് ഇൻഗ്രീഡിയൻസ്? അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി. എന്തൊക്കെ ചേർത്ത്? മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് അല്പം നാരങ്ങ, വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാൻ. ഞാൻ അല്പം നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി മോള് വിളക്ക് എത്തിക്കും. അത് കേൾക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാസ് എത്തിക്കാം. ഓക്കെ, നീ ഉറക്കെ പറയാം കേട്ടോ. എന്ത് ഓയിൽ ഒഴിക്കാൻ പോണേ? റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ. ഒഴിക്കാണോ? ഇപ്പൊ ഒഴിക്കുവോ? സമയമാണ്. എന്തൊഴിക്കണം? എണ്ണയാ? മതി. ഇത് വറുക്കാനല്ലേ? കൂടി വെക്കണോ? ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മറ്റേ പാവയ്ക്കയുടെ മസാല പുരട്ടി വെച്ച പാവയ്ക്ക നമുക്ക് വറുക്കാനിടാം. അപ്പോൾ ഫുൾ ടൈം അത് നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം ഞങ്ങൾ പാവയ്ക്കയുടെ, എൻ്റെ മകളാണ് കുക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ എന്തിന്റെ കൂടെ കഴിക്കാൻ പറ്റും? ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഓ, ആക്ഷൻ. പിന്നെ ആക്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ആക്ഷൻ. ഇനി മതി, അത്ര മതി. ഇനി അത് കണ്ണാപ്പേട്. കണ്ടോ ഗേൾസ്, അല്ലേ ഗൈസ്, സോറി മറന്നു. കണ്ടോ ഗൈസ്, എൻ്റെ പാവയ്ക്ക് വറുത്തോണ്ടിരിക്കുകയാണ്. ഫണ്ണായിട്ടാണല്ലോ മൈമ കുക്ക് ചെയ്യുന്ന. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണോ? കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണോ മൈമ? എന്റെ നിവർത്തികേട് കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടമല്ലേ കുക്കിംഗ്? ആവട്ടെ, തന്നെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അതെല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇല്ല, എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് വെച്ച് വിളമ്പാനും ഇഷ്ടമാണ്. എനിക്ക് പച്ചക്കറി അരിയുന്നതിനോട് താല്പര്യമില്ല. അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ച് തന്ന ഞാൻ കുക്ക് ചെയ്യും. അത് പണിയാ. ശരി. അമ്മ ഇപ്പൊ എന്താ തിരക്കില്ല? അമ്മ എന്താ ചെയ്യണേ? ഞാൻ തിരക്കിലാണ് ഗൈസ്. അമ്മ ഇവിടെ കിഴങ്ങും മറ്റേ വെണ്ടയ്ക്കും വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി അല്ലേ? ഇതെന്താണ്? ഇത് ചപ്പാത്തിക്കല്ലേ? ഹലോ ഗൈസ്, കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് പാവയ്ക്ക. കാരണം ഇത് റെഡിയാക്കിയത് മുഴുവൻ അമ്മയാ? അല്ല, ഞാൻ അരിഞ്ഞു വെച്ചതേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, ഇത് റെഡിയാക്കാൻ എത്ര മണിക്കൂർ എടുക്കും? എല്ലാം അമ്മയോടല്ലേ വയ്ക്കണേ? ഞാൻ പറയാം. അപ്പൊ ഈ പാവയ്ക്ക അരിഞ്ഞിട്ട് പച്ചമുളക്, ഇത് ഞാൻ പറഞ്ഞില്ല, തെളിവാണ്. ഉണ്ടാക്കുന്ന ആൾക്ക് റെസിപ്പി ഇതാണ് പത്തിരി. മുളക് പൊടി ആവശ്യത്തിന്, ഉപ്പ്, ഇത്തിരി കുരുമുളക് പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടി. ഇത്ര ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. പറയാൻ നാരങ്ങാനീര്, വിനാഗിരി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇതിനെക്കാളും നല്ലത് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ലേ?
ഇത് ആക്ച്വലി ഇതിനെ കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു എന്തോ എങ്ങനെ ചെയ്തത്. ആദ്യം ഞാൻ പാവയ്ക്ക അരിഞ്ഞു, വട്ടത്തിലരിഞ്ഞിട്ട് അത് ഉപ്പിട്ട് കഴുകിയെടുത്തു. ഉപ്പിട്ട് കഴുകിയത് കുറച്ച് കയ്പ്പ് കുറയും, അതിനുവേണ്ടി മാത്രമാണ്. പിന്നീട് ഞാൻ അതിനകത്തോട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, നാരങ്ങ നീര്, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ അവിടെ വെച്ചു. ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ വെളിയിലിറക്കി വെച്ചു. അപ്പം അതിനുശേഷം നമുക്കത് വറുക്കാം. വറുത്ത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊരു സസ്പെൻസ്. ഇത് ഉണ്ടാക്കുന്ന ആൾക്ക് എന്താ അറിയാമോ, ഇതിന്റെ ടൈമിംഗ് പോലും അറിയത്തില്ല. അരമണിക്കൂറായിട്ട് ഇവിടെ കണ്ട്. സത്യാവസ്ഥ ഞാൻ പറയാം, അമ്മയ്ക്ക് വേറെ പണിയുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ടും അമ്മ എന്നോട് ഈ പാവയ്ക്ക വറക്കാൻ പറഞ്ഞു. ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പാവയ്ക്ക വറക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഒന്ന് നിർത്തിക്കുക പരീക്ഷ. അമ്മ അത് കറക്റ്റായിട്ട് പറഞ്ഞേ. ഇത് ഫ്രൈ ആവുന്നത് പറഞ്ഞ് 10-15 അതൊന്നും അങ്ങനെ ഐഡിയ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്ത് പഠിച്ച സമയം നമ്മൾ വലിയ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ കറക്റ്റ് സമയം പറയാൻ പറ്റത്തില്ല. അത് പാവയ്ക്ക് ഇട്ട് കഴിയുമ്പോൾ അത് വേകുന്ന സമയമാണ് എത്രയേ ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. അത് സംഭവം സ്വാദാണ്, അതറിയാം, ടേസ്റ്റിയാണ്. ഇത് ഈസി സ്നാക്ക് ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ പെട്ടെന്നാണ് എല്ലാവരും പറയും പെട്ടെന്നാണ്, അതിന് സമയം എടുക്കും. അപ്പൊ ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. പക്ഷെ സൂപ്പർ ആയിരുന്നു, നല്ല ടേസ്റ്റ്. ഇവിടെ എല്ലാവരും പക്ഷെ ഇതിന് കയ്പില്ല എന്ന് പറഞ്ഞാൽ ആദ്യം നീ കഴിക്കത്തില്ലായിരുന്നല്ലോ. ഞാൻ കഴിയത്തില്ല. ഇപ്പോഴോ? ഇപ്പൊ നല്ല ടേസ്റ്റ്. ഇപ്പൊ ചോദിച്ചു പഠിച്ചു കഴിക്കും. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. കുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? ഭയങ്കര ഇഷ്ടമുള്ള ജോലിയെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടേ. അപ്പം ഹലോ, ഞങ്ങൾക്കൊരു മൈക്ക് വേണം. ഇത് ഇന്നൊന്നും റെഡി ആണെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ നിന്നുണ്ട് അമ്മ ഇതൊക്കെ ഇട്ട്. ഇതാണ് ഉരുളക്കിഴങ്ങും. ഇതിന് റെസിപ്പി ഒന്നും ഇല്ല. ഞാൻ പറയട്ടെ, ഇതിന് റെസിപ്പി ഒന്നും ഇല്ല. ഞാൻ സബോള ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ജീരകം ഇട്ട് കടുക് കളിച്ച്. ദാറ്റ്സ് ഓൾ. ഇത് പെട്ടെന്ന് ചപ്പാത്തിക്ക് ഒരു കൂട്ടായിട്ടുണ്ടാക്കും. പെട്ടെന്നൊന്നും പറ്റത്തില്ല. സവോള എല്ലാം മൂക്കണം. സവോള മൂത്തതിന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട്. വീട്ടിലുള്ള ഐറ്റംസ് ചെയ്യാം. അതൊക്കെ ഒന്നും പെട്ടെന്ന് ചപ്പാത്തിക്ക് എന്തിനാ കൂട്ട്? തനിയെ പോയി കൂടെ പേടിയാണോ? ചപ്പാത്തിക്ക് കൂട്ട് വേണ്ട. എന്റെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മഹിമയുടെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പാവയ്ക്ക ഫ്രൈ അങ്ങോട്ട് 1 മണിക്കൂറായി. ഇത് കുറച്ച് ക്ഷമയോടെ എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ് തോന്നുന്നു. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറെ നേരമായിട്ട് വെയിറ്റിംഗ്. ഇപ്പോഴാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചത്. ഹൈ ഫ്ലെയിം ആണ് കാണിക്കട്ടെ. ഇനി അവര് പറയത്തില്ല ഞാൻ പറ്റിക്കാന്ന്. വീണ്ടും അതൊക്കെ തന്നെ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ സംഭവം. കുക്കിങ്ങിൻ്റെ ഇടയിൽ സംസാരിച്ചോണ്ടിരിക്കും. ഞങ്ങളിവിടെ ഫ്രണ്ട്ലിയാണ്. അമ്മയും മക്കളും എല്ലാം ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇടി ഉണ്ടാക്കുമാണ്. ഗൈസ്, ഞങ്ങളിവിടെ വഴക്കുണ്ടാക്കും, ഇടി ഉണ്ടാക്കും, ഞങ്ങളെല്ലാം ചെയ്യും. അമ്മയും മക്കളും എല്ലാം നമ്മളെ ഭയങ്കര ഇടിയാണ്. ഞങ്ങള് ഫ്രണ്ട്സിനെ പോലാണ് ഗൈസ്. അമ്മയും മക്കളും എന്നുള്ള സൈഡിൽ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ നല്ല. അപ്പോൾ ഞാനും ഒരു കുട്ടിയായിട്ട് മാറും. 10-60 വയസ്സായി. 2 മിനിറ്റായിട്ട് ആയവരെ ഡയലോഗ് റെപ്പറ്റീഷൻ. നമ്മള് ഫ്രണ്ട്സിനെ പോലെയല്ലേ? എനിക്ക് എത്ര മാർക്കാന്ന് പറ. കോൺഫിഡൻസോടെ പറ. 5 മാർക്ക്. ഇത് തള്ളാണ്.
വിശ്വസിക്കരുത്. അല്ല ഞാൻ ചുമ്മാ ഒന്ന് കേട്ടിടാം. കുഴച്ചോളൂ. റെഡിയായി. ഇപ്പോഴാണ് ഇത് നമ്മുടെ പാവയ്ക്കിപ്പോൾ റെഡി ആയിട്ടോ. കുറേ നേരത്തെ തിരക്കിനൊടുവിൽ പാവയ്ക്ക റെഡിയായി. ഇപ്പോഴാണ് എൻ്റെ മകളുടെ പാവയ്ക്ക ഫ്രൈ റെഡി. कुड़ कुड़ जल्दी आ जा बेटा, जल्दी आओ, जल्दी आ जल्दी आ जल्दी आ. तो पावയ്ക്ക ഫ്രൈ, എൻ്റെ മൈമാച്ചിയുടെ പാവയ്ക്ക ഫ്രൈ, മൈമാച്ചി ഫ്രൈ. ഇത് ഫൈനൽ റൗണ്ടാണ് ഗൈസ്, പാവയ്ക്ക വറുക്കുന്നതിൻ്റെ. ഓൾറെഡി നമ്മൾ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്നു അല്ലേ മൈമ? അതിന് സ്വാധീനം വരുന്നുണ്ട്. അമ്മ ഉണ്ടാക്കിയ വെണ്ടയ്ക്ക കറി റെഡി ആയിരിക്കുക. പാവയ്ക്ക വറുത്തത്, പാവയ്ക്ക വറുവൽ, വറുവൽ വറുത്തത്, മലയാളത്തിൽ പാവയ്ക്ക വറുത്തത്. നല്ല ക്ലാരിറ്റി അല്ലേ ഭഗവാനെ. അത് നല്ല മൊത്തം തലയോട് കൂടി കാണിച്ചേ. ആ നോക്ക് വേണ്ട, ചിരിക്ക് വേണ്ട. മഹിമയ്ക്ക് നേരത്തെ ഭയങ്കര ചിരിയായിരുന്നു, ഇപ്പം ചിരി അങ്ങോട്ട് മാഞ്ഞ്. അമ്മ നെക്സ്റ്റ് റൗണ്ടായി, മനസ്സിലായത്? അമ്മയാണ് ജയിച്ചത്. അമ്മ മെഴുക്കുരട്ടി ഉണ്ടാക്കി ചപ്പാത്തി കുഴച്ച് റെഡിയാക്കാൻ പോകും. ചപ്പാത്തി ഇത് ഞാൻ ഒന്നും പറഞ്ഞില്ല, അതുപോലെ തന്നെ ഒരു അപ്ഡേഷൻ ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഉള്ളി അങ്ങനെ അമ്മ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചൊന്ന് വെയിറ്റ്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അടുപ്പം മാറ്റിയാണ്, കാരണം ഇപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കണം. സൂപ്പർ. ഇതൊക്കെ നമുക്ക് എപ്പോഴും പറ്റുന്നേ. ഈ പാവയ്ക്ക ഫ്രൈ കഴിഞ്ഞ് ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് സവാള വറുക്കണം അല്ലേ? ഇതേ സവാള ഇരിക്കണം. വെയിറ്റ് ചെയ്യുന്നുണ്ടോ? എന്നാൽ പെട്ടെന്ന് എടുക്കൂ. ഞാൻ ഇന്ന് നന്നായിട്ട് കുക്ക് ചെയ്തല്ലോ, കണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്തു സൂപ്പറായിട്ട്. അപ്പോൾ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുത്തു. കണ്ടോ? പാവയ്ക്ക ഫ്രൈ ചെയ്ത് കണ്ടില്ലേ? സൂപ്പറായിട്ടുണ്ട്, ഇനി അതിന് നല്ല ടേസ്റ്റാണ്. കഴിക്കത്തൊന്നുമില്ല കേട്ടോ പാവയ്ക്ക ആയതുകൊണ്ട്. ഒഴിക്കണോ? വേണ്ട, ഒഴിക്കണോ? വേണ്ട, അതിനകത്ത് കുറച്ച് കുറച്ചിടേ. ഒരുമിച്ച് വേണ്ട എല്ലാം കൂടെ. ഇത് പാവയ്ക്കയ്ക്ക് വേണ്ടി തന്നെയല്ലേ? പാവയ്ക്ക. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പാവയ്ക്ക വറുത്ത എണ്ണയുടെ മുകളിലാണ് ഈ സവാള എടുത്തത്, അത് പ്രശ്നമില്ല. അതിനായിട്ട് തന്നെ ഒഴിക്കതായത്. എല്ലാം കൂടെ ഒരുമിച്ച് കേട്ടോ. ഇട്ടോ? നിട്ട് നോക്കട്ടെ. ഇതില്ല. ഇത് ഇതോ അമ്മ ഫാസ്റ്റ് ആട്ടാ. അമ്മ മെഴുക്കുവരട്ടി ഉണ്ടാക്കി ചപ്പാത്തി കുഴച്ചതാണ്ട് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം സ്പീഡാണ്. ഇപ്പം വറുക്കണേ. ഇതിങ്ങനെ അങ്ങ് വേണ്ട, ഈ എണ്ണ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കാതിരുന്ന പ്രശ്നമാണോ? പ്രശ്നമൊന്നുമില്ല. അത് എന്തിനാ 2 ട്രിപ്പ് മുഴുവനായിട്ട് ഇട്ടിട്ട് അതിനനുസരിച്ച് സേവ് ആവും. കുറച്ചും കൂടെ എണ്ണ ഒഴിക്കും.
ഓക്കെ അപ്പം നമുക്കത് ഫ്രൈ ആകുന്നത് വരെ നമ്മുടെ സവാള ഫ്രൈ ചെയ്തല്ലേ മാം കാണിച്ചു. അപ്പോൾ നമ്മൾ ഏത് സവാള? ഓ അതെ. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് സൈഡായിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ സവാള ഫ്രൈ ചെയ്ത് അതേ പാവയ്ക്ക വറുത്തില്ല, നമ്മൾ നേരത്തെ സവാള വറുത്തില്ല, അത് തന്നെ. അതിൻ്റെ മേലെ ഇട്ടിട്ട് പാവയ്ക്ക സവാളയും കൂടെ കൂട്ടിക്കഴിക്കും. പക്ഷെ അടിപൊളി ടേസ്റ്റ് അല്ലേ, നല്ല സാധനം. അതിൻ്റെ കൂടെ അമ്മ നേരത്തെ ഉണ്ടാക്കിയ പാവയ്ക്ക വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ്. മറ്റേ കുക്കിനെ കാണാതെ പോയി. മറ്റേ കുക്കിന് വയ്യ, കുറേ നേരമായിട്ട് അടുക്കള വയ്ക്കാണ്. അതാണിപ്പം അവസാനം അമ്മ തന്നെ ശരണം അല്ലേ അമ്മ? പാവൻ്റെ മമ്മി. ഇത് മറ്റേ റാഡിഷ്, ഒരു ക്യാരറ്റ് പോലെ വൈറ്റ് കളറിലായിരിക്കും റാഡിഷ്. മുള്ളങ്കി, തമിഴിൽ മുള്ളങ്കി എന്ന് പറയും, ഹിന്ദിയിൽ മൂലി. ഇതൊരു സൈഡ് ഡിഷായിട്ട് ഇതൊക്കെ ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട് ടേസ്റ്റ്. ഇതിന് പാവയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കയ്പ്പെന്നായിരിക്കും വിചാരിക്കുന്നത്, പക്ഷേ ഇതിന് കയ്പ്പ് അങ്ങനെ നല്ല. സാധാരണ നമ്മൾ ഒരു എന്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ, അതേ സംഭവം തന്നെയാണ് ഈ പാവയ്ക്ക. നിങ്ങൾ ട്രൈ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താ ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ പറ, ബൈ പറ.